ഹായ് ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് മക്രോണി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് പാസ്തയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 400 ഗ്രാമിൻ്റെ ഒരു പാക്കാണ് കേട്ടോ. അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 2 സവാള, ഒരു 4 മുട്ട, 3 ക്യാരറ്റ്, ഇത്രയൊക്കെയാണ് കേട്ടോ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത്. മക്രോണി ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു കടായിൽ കുറച്ച് വെള്ളം ബോയിൽ ചെയ്തെടുക്കാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം തിളച്ച് വരാറാവുമ്പോഴത്തേക്ക് അതിനകത്തോട്ടൊരു 2 സ്പൂണോളം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഏത് ടൈപ്പ് ഓയിലും എടുക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള മക്രോണി ഈ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മക്രോണി വെന്ത് കഴിഞ്ഞാൽ പരസ്പരം ഒട്ടിപ്പോകും. ആ ഒരു അവസ്ഥ ഇല്ലാണ്ടിരിക്കാനാണ് നമ്മളിതിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഏകദേശം ഒരു ഹാഫ് ബോയിൽ ആയാൽ നമുക്കിത് വാർത്തെടുക്കാം കേട്ടോ. ഒട്ടും വെയിറ്റ് ചെയ്യാതെ തന്നെ നമ്മളിത് വാർത്തെടുക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ അതിൽ ആ ചൂടുവെള്ളത്തിൽ കിടന്നിട്ട് അത് ഒരുപാട് വെന്ത് കുഴഞ്ഞ പരുവാകും കേട്ടോ. ഇതാ ഇപ്പോൾ കണ്ടില്ലേ, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 4 മുട്ടയുടെ എഗ് വൈറ്റും മഞ്ഞക്കരുമാണ് കേട്ടോ. അത് സെപ്പറേറ്റ് തന്നെ വേണം മാറ്റിയെടുക്കാനായിട്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ എഗ് വൈറ്റ് ചേർത്ത് കൊടുക്കുക. ഇതിനകത്തോട്ട് ഒരു പിഞ്ച് സാൾട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസാണ് കേട്ടോ. അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. സോസ് നല്ല തിക്കായിട്ട് വരാനായിട്ട് സൺഫ്ലവർ ഓയിൽ ഇടയ്ക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ മഞ്ഞക്കരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ജസ്റ്റ് 10 സെക്കൻഡോളം ഇളക്കാതെ വെച്ചിട്ട് വേണം ഇതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ എഗ്ഗും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് നമ്മൾ സെപ്പറേറ്റ് മുട്ടയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണിയിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള സോസും ഗ്രേറ്റ് ചെയ്ത് വെച്ച സവാളയും ക്യാരറ്റും എല്ലാം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി മക്രോണി സ്പെഷ്യലായിട്ടുള്ള ഒരു വൈറ്റിഷ് കളറായി ക്രീമി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിച്ചാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. Bye. Thanks for watching.